ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണുന്നത് MC4 കണക്ടറാണ്. അതായത് സോളാറിന് വേണ്ടിയിട്ട് സോളാർ പാനലിന് നമ്മൾ കൊടുക്കാനായിട്ട് അതിൻ്റെ അടുത്ത് ഒരു കണക്ടറാണ്. സോളാർ പാനലിൻ്റെ ഔട്ട് 2 വരാറുണ്ട്. അതിൻ്റെ പാനലിന് വേണ്ടിയിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്ന MC4 കണക്ടറിൻ്റെ മെയിലും ഫീമെയിലുമാണ്. നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് കിട്ടുന്നത്. നമുക്കത് അതിൻ്റെ അകത്ത് വരുന്ന കണക്ഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതിന് മുന്നേ ഉള്ള അവസ്ഥയിൽ നമുക്ക് ജസ്റ്റ് കാണിച്ചു തരാം. ആദ്യം തന്നെ കണ്ട ഈ 2 ലോക്ക് കണ്ട ആ ലോക്കിൽ ഞെക്കി പിടിച്ചതിന് ശേഷം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പുറത്തേക്ക് ഇങ്ങനെ മാറ്റിയെടുക്കാൻ കിട്ടും. ഇത് തന്നെ മെയിലുമായിട്ട് ഫീമെയിലുമാണ് വരുന്നത്. ഇത് രണ്ടും വരുന്നുണ്ട്. ഇതിന് രണ്ടിൻ്റെ അകത്ത് വരുന്ന ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമുക്ക് ചെക്ക് ചെയ്യാൻ കണ്ടാകും. ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് ഇങ്ങനെയാണ്. ഫെയിൽഡ് കണക്ടറുകൾ ഇങ്ങനെയാണ് വരുന്നത്. അതിന് മുന്നേ നമുക്ക് ഇതിൻ്റെ അകത്ത് വെള്ളം കയറാതിരിക്കാൻ കണക്ടറുകൾ കാര്യങ്ങളൊക്കെ വെള്ളം കയറാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനവും അതിൻ്റെ അകത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ തന്നെ എൻ്റെ ഏതെങ്കിലും ഒരു മെയിലോ ഫീമെയിലോ നമ്മളെടുത്തതിന് ശേഷം അത് എന്തിനാണ് അങ്ങനെ ഊരി കഴിഞ്ഞാൽ ബാക്ക് സൈഡ് നമുക്ക് ഊരാൻ പറ്റും. ഊരിയതിന് ശേഷം അതിൻ്റെ അകത്ത് ഈ ക്യാപ്പ് കൂടാതെ തന്നെ അതിൻ്റെ അകത്ത് റബ്ബറിൻ്റെ ഒരു ബുഷ് കൂടി വരുന്നുണ്ട്. ആ റബ്ബറിൻ്റെ ബുഷാണ് അതിൻ്റെ അകത്ത് വരുന്നത്. ആ റബ്ബറിൻ്റെ ബുഷ് അതിൻ്റെ അകത്ത് ടൈറ്റ് ചെയ്യും. ഇതിൻ്റെ അകത്ത് വേറെ ഉണ്ടാവും, ഒരു സ്റ്റീലിൻ്റെ കോട്ടിങ് ഉണ്ടാവും. ആ കോട്ടിങ്ങിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് റബ്ബറിൻ്റെ ബുഷ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ കണക്ടറിൻ്റെ കൂടെ തന്നെ നമുക്ക് 2 ലീഡുകൾ അതിൻ്റെ അകത്ത് തന്നിട്ടുണ്ട്. ആ 2 ലീഡുകൾ നമുക്ക് ജസ്റ്റ് കാണാം. അതിന് ശേഷം ഈ പറയുന്ന ലീഡ് ലൈൻ ഇട്ടതിന് ശേഷം ഈ റബ്ബറിൻ്റെ ബുഷ് ഒരു സൈഡിൽ വെച്ചതിന് ശേഷം അതിൻ്റെ വയറ് കാര്യങ്ങളെല്ലാം വയറിൻ്റെ കണക്ടറിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ നേരത്തെ പറഞ്ഞ കണക്ടറിൽ അതിൻ്റെ അകത്ത് വയർ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക, അല്ലെങ്കിൽ കമ്പിങ് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് പഞ്ച് ചെയ്ത് പിടിപ്പിച്ചതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് ഇട്ടതിന് ശേഷം വയറ് നമുക്ക് ഇതിലൂടെ പുറത്തേക്ക് ഇടാം. എന്നിട്ട് ഈ പറയുന്ന റബ്ബറിൻ്റെ ബുഷ് ഇട്ടതിന് ശേഷം നമ്മൾ ഈ പറയുന്ന ക്യാപ്പ് ഇട്ട് ടൈറ്റ് ചെയ്യുക. ഇങ്ങനെയാണ് അതിൻ്റെ മെയിനായിട്ട് വരുന്ന കണക്ഷൻസ് വരുന്നത്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ദിവസങ്ങളിലെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിപ്പോൾ നമ്മളിങ്ങനെ ടൈറ്റ് ചെയ്യുക. അപ്പോൾ ഇത് ഇങ്ങനെയാണ് കണക്ടർ വരുന്നത്. അതുപോലെ തന്നെ അടുത്തതും അതുപോലെ തന്നെ സെയിം തന്നെ വരുന്നത്, അങ്ങനെ തന്നെ വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ മെയിലും ഫീമെയിലും നമുക്ക് ഇങ്ങനെ വാങ്ങിക്കുമ്പോൾ രണ്ടും കൂടി കിട്ടിയത് നമുക്ക് വേറെ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ നമ്മുടെ സോളാറിൻ്റെ ബാക്കിൽ നിന്ന് വരുന്ന ഔട്ട് ഇതുപോലെ തന്നെയായിരിക്കും. ഏതെങ്കിലും ഒന്ന് മെയിലായിരിക്കും, ഒന്ന് ഫീമെയിലായിരിക്കും. അപ്പോൾ മെയിലും ഫീമെയിലും ആ കണക്ടറിലേക്കാണ് നമ്മൾ ഈ പറയുന്ന ഏതാണോ മെയിൽ, അതിൻ്റെ മെയിലാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ അകത്ത് ഫീമെയിൽ അതിലേക്ക് കണക്ട് ചെയ്യും. ഫീമെയിലാണ് സോളാറിൽ നിന്നുള്ളതെങ്കിൽ ഇതിൻ്റെ മെയിൽ അതിലേക്ക് കണക്ട് ചെയ്യും. അങ്ങനെ മെയിലും ഫീമെയിലും നമ്മൾ കണക്ട് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഒരു വയർ നമ്മൾ ജോയിൻ്റ് ചെയ്യണമെങ്കിലും വേണമെങ്കിലും അങ്ങനെ നമുക്ക് മെയിലും ഫീമെയിലും കണക്ടർ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ സാധിക്കും. നമ്മൾ 2 ഉപയോഗിക്കുന്ന സമയത്ത് കണ്ട ഈ 2 മെയിലും ഫീമെയിലും ഇതിൻ്റെ അകത്ത് വരുന്നതാണ്. 2 ഇതിൻ്റെ അകത്ത് ഇട്ടതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് വരുന്നതാണ്. അത് അതിൻ്റെ അകത്തേക്ക് ഇട്ട് നമ്മൾ ടൈറ്റ് ചെയ്യണം. അതേപോലെ തന്നെ ഇതുമ്പോൾ തന്നെ വയർ കാര്യങ്ങളെല്ലാം ടൈറ്റ് ചെയ്യണം. വയർ പിടിപ്പിക്കാനുള്ള ഓപ്ഷനാണ് വരുന്നത്. വയർ പിടിപ്പിക്കാനുള്ള ഓപ്ഷൻ വന്നതിന് ശേഷം അതിൽ ഇട്ടതിന് ശേഷം ശരിക്കും ടൈറ്റ് ചെയ്ത് ഇറക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു ലോക്ക് ഉണ്ടാവും. അത് നേരെ അതിലേക്ക് ഇറങ്ങി ടൈറ്റ് ആവും. നേരെ ഇങ്ങനെ നേരെ നമ്മൾ തള്ളി കഴിയുന്ന സമയത്ത് ആ വയർ ഇട്ടതിന് ശേഷം തള്ളി കഴിയാൻ വേണ്ടി അകത്ത് ഒരു ലോക്ക് ഉണ്ട്. ആ ലോക്ക് കറക്റ്റ് ആവും. അത് ഇട്ടതും അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ തന്നെ നേരെ ഒരു അതായത് കണക്ടറാണ്. ഈ കണക്ടറും അതിൻ്റെ അകത്തേക്ക് വയറൊക്കെ എല്ലാ കാര്യങ്ങളും അതിൽ പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ നേരെ അതിലേക്ക് തള്ളി കഴിഞ്ഞ് കഴിയുമ്പോൾ നേരെ അതിലേക്ക് കയറി ടൈറ്റ് ആവും. ഇതാണ് അതിൻ്റെ ശരിക്കുള്ള ഓപ്ഷൻ വരുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. ഇനി അതിന് ശേഷം ഇത് രണ്ടും കൂടി ഒന്നിച്ച് കണക്ട് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ പറയുന്ന MC4 കണക്ടർ വരുന്നത്. MC4 കണക്ടറിൽ നമുക്ക് വയർ കാര്യങ്ങളൊക്കെ എങ്ങനെ കൊടുക്കാമെന്ന് അടുത്ത വീഡിയോയിൽ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഈ MC4 കണക്ടറിൽ തന്നെ പ്ലസും മൈനസും അതിൻ്റെ അകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതും നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. എന്നാലേ നമുക്ക് ഇതുപോലെ ഇൻഫോർമേറ്റീവായ വീഡിയോസ് ചെയ്യാനുള്ളൊരു ഇൻസ്പിറേഷൻ ലഭിക്കുള്ളൂ. തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.